നമസ്കാരം എല്ലാവർക്കും ഷേർലീസ് മൈക്രോ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് നാടൻ രുചിയിലൊരു അടിപൊളി താറാവ് റോസ്റ്റാണ്. ക്രിസ്മസിന് ഡക്ക് റോസ്റ്റും ഡക്ക് മപ്പാസും ഒക്കെ ഒഴിച്ചൂടാനാവാത്തൊരു വിഭവം തന്നെയാണ്. കുരുമുളകൊക്കെ ഇട്ട് വരട്ടിയെടുക്കുന്ന താറാവ് റോസ്റ്റും അപ്പവും ഒക്കെ എന്തൊരു കോമ്പിനേഷനാണെന്ന്. ചില ആൾക്കാർക്ക് ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാനായിരിക്കും ഇഷ്ടം. അങ്ങനെ പലതരം കോമ്പിനേഷൻസ് ഉണ്ട്. എന്തായാലും നല്ലതുപോലെ താറാവ് റോസ്റ്റ് വെച്ചാൽ അതിൻ്റെ രുചിയൊന്ന് വേറെ തന്നെയാണ്. ഇനി നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ആവശ്യം. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും പരിഗണിക്കണം. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ ലൈക്കും കമൻസും ഫീഡ്ബാക്സും ഒക്കെ വന്ന് അറിയിക്കുകയും വേണം. അപ്പം നമുക്ക് എങ്ങനെയാണ് താറാവ് റോസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് ഒരു 1.25 കിലോയുടെ താറാവ് വാങ്ങിയിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതൊരു 3/4 കിലോ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിലേക്ക് ചേർക്കാൻ വേണ്ടി കുറച്ച് ഫ്രഷ് തേങ്ങാക്കൊത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് വെളുത്തുള്ളി ചോപ്പറിൽ അരിഞ്ഞതാണ്. ഒരു 10-16 വലിയ ചൈനീസ് വെളുത്തുള്ളിയാണ് ഞാൻ ചോപ്പറിൽ അരിഞ്ഞിട്ടുള്ളത്. ഇത് ഇഞ്ചി ഒരു 2 ഇഞ്ചിൻ്റെ വലിപ്പമുള്ള ഇഞ്ചി നല്ലതുപോലെ ചോപ്പറിൽ അല്ലെങ്കിൽ കൊത്തി അരിഞ്ഞ് നിങ്ങൾക്ക് എടുക്കാം. ഇത് ചുമന്നുള്ളിയാണ്. ഒരു പിടി ചുമന്നുള്ളിയുണ്ട്, അത് നമുക്ക് അരിഞ്ഞെടുക്കണം. ഇത് 3 അത്യാവശ്യം വലിപ്പമുള്ള സവാള നല്ലതുപോലെ കനം കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഇത് 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇന്ന് താറാവ് കുക്കറിലാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. കുക്കറിലല്ലാതെ നമുക്ക് താറാവ് കുക്ക് ചെയ്തെടുക്കാം, പക്ഷേ അതിനൊരു 30 മിനിറ്റെങ്കിലും ചെറിയ തീയിൽ നമ്മൾ കുക്ക് ചെയ്യേണ്ടി വരും. ഇപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന താറാവിലേക്ക് അരിഞ്ഞ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 സവാളയിൽ നിന്ന് നല്ല ഒരു പിടി സവാള നമ്മൾ അരിഞ്ഞത് ഇതിൽ നിന്ന് മാറ്റി വെക്കണം. ഇപ്പം ഇഞ്ചി ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. വെളുത്തുള്ളി ഒരു 2 ടേബിൾ സ്പൂൺ നല്ലതുപോലെ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം പച്ചമുളക് 3 എടുത്ത് വെച്ചിരുന്നത് ചതച്ചതും, പിന്നീട് കുറച്ച് ഒരു പിടി കറിവേപ്പില ഇടാം. ഇത് 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ്. കുറച്ച് തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തതാണ്. ഇത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്. ഇതൊരു 1/2 ടീസ്പൂൺ ഉപ്പ് മാത്രമേ ഇപ്പോൾ ചേർക്കുന്നുള്ളൂ. ഇത് വിനീഗറാണ്. വിനീഗർ ഒരു ടേബിൾ സ്പൂൺ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ചുമന്നുള്ളിയിൽ നിന്നൊരു 3-4 കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞ് ഇതിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യണം. കൈകൊണ്ട് മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. നല്ലതുപോലെ തിരുമ്മി പിടിപ്പിക്കുക എന്നൊക്കെ പറയില്ല, അതുപോലെ കൈകൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് വേണമെങ്കിൽ നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ഇതൊന്ന് കുക്ക് ചെയ്യാം. ഒരു 1/2 കപ്പ് വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 4 വിസിൽ ഞാൻ കേൾപ്പിച്ചിരുന്നു. അത് ഓരോരുത്തരുടെ കുക്കറിൻ്റെ അളവനുസരിച്ചിരിക്കും. എന്നാൽ ഒരു 3 മുതൽ 4 വരെ വിസിലൊക്കെ നമുക്ക് കേൾപ്പിക്കാം. ആ സമയം കൊണ്ട് അത് അവിടെ ഇരുന്ന് കുക്കാവട്ടെ. ഈ തേങ്ങാക്കൊത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തേങ്ങാക്കൊത്തൊരു ചുമന്ന കളർ ആകുന്നിടം വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ എണ്ണയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ഫ്രൈ ചെയ്യാനുണ്ട്. തേങ്ങാക്കൊത്ത് ഒരു ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്, അത് മാറ്റി വെക്കാം. അതേ എണ്ണയിലേക്ക് നേരത്തെ കുറച്ച് മാറ്റി വെച്ചിരിക്കുന്ന സവാള കനം കുറച്ച് അരിഞ്ഞതിട്ടിട്ടൊന്ന് ബിരിയാണിക്കൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കില്ലേ ക്രിസ്പായിട്ട്, അതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. സവാള നല്ലതുപോലെ ബ്രൗൺ കളറായി വന്നു, പക്ഷേ അതെനിക്ക് വീഡിയോയിൽ കിട്ടിയില്ല. ഞാനത് മാറ്റി വെച്ചു. അതേ എണ്ണയിലോട്ടൊരു 4 പച്ചമുളക് വെറുതെ ഇട്ടിട്ടൊന്ന് വഴറ്റി ഇങ്ങോട്ടിങ് എടുക്കാം. അതൊന്ന് ചെറുതായിട്ട് ഫ്രൈ ആയി കിട്ടും. 1-2 കറിവേപ്പിലയും കൂടി നമുക്കിങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ കുക്കർ തണുത്തതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കി, നല്ലതുപോലെ വെന്തിട്ടുണ്ട്. കുറച്ച് ചാറുമുണ്ട്, അത് അങ്ങോട്ട് മാറ്റി വെക്കാം. നമ്മളൊരു വലിയ ചീനച്ചട്ടി എടുത്തതിന് ശേഷം ഒരു 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. സാധാരണഗതിയിൽ ആളുകൾ ഈ സമയത്ത് ഇത് ഫ്രൈ ചെയ്തെടുക്കും. എണ്ണയിൽ നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുന്നതാണ്, പക്ഷേ ഞാൻ അങ്ങനെ ഫ്രൈ ചെയ്യുന്നില്ല. പകരം ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ മാത്രമേ യൂസ് ചെയ്തുള്ളൂ. ഇത് ചെറുതായിട്ട് അരിഞ്ഞ താറാവ് കൂടിയാണ്, അതുകൊണ്ട് ഞാനിത് ഒന്ന് നല്ലതുപോലെ ഈ എണ്ണയിൽ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 6-7 മിനിറ്റ് എടുക്കും. ചെറിയ തീയിലൊന്ന് അടച്ചു വെച്ചിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഇത് നല്ലതുപോലെ ഫ്രൈ ആയി വരും. ഒരു 6-7 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ താറാവ് ഒന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്ന കാര്യം മറക്കണ്ട. ഇത്രയും ഫ്രൈ മതി. ഇതിന് ശേഷം നമ്മളിതൊന്ന് മാറ്റി വെക്കുക. എന്നിട്ട് ആ പാത്രത്തിൽ തന്നെ കുറച്ച് വീണ്ടും ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചതിന് ശേഷം നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ചുമന്നുള്ളി ഇട്ട് കൊടുക്കണം. ചുമന്നുള്ളി ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് നല്ല 1 ടേബിൾ സ്പൂൺ അരിഞ്ഞ വെളുത്തുള്ളിയും ഒരു 1/2 ടേബിൾ സ്പൂൺ കൊത്തി അരിഞ്ഞ ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ചെറിയ തീയിൽ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന പൊടികളാണിത്.
മഞ്ഞൾപ്പൊടിയാണ് ഇട്ടത്, ഒരു 1/2 ടേബിൾ സ്പൂൺ. ഇത് കുറച്ചും കൂടെ മുളക് പൊടിയുണ്ട്, അതൊരു 3/4 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ നല്ല കളർ കിട്ടും. ഇപ്പം നമ്മൾ ചേർത്തത് ഗരം മസാല പൗഡറാണ് വീട്ടിൽ പൊടിച്ചത്, 3/4 ടേബിൾ സ്പൂൺ. ഇത് 3/4 ടേബിൾ സ്പൂൺ വീണ്ടും തരിതരിപ്പായിട്ട് പൊടിച്ച നമ്മുടെ കുരുമുളകാണ്. കുറച്ചും കൂടെ തരിതരിപ്പായിട്ട് നിങ്ങൾക്ക് എടുക്കാം, എൻ്റെത് കുറച്ചൊന്ന് പൊടിഞ്ഞതാണ്. നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയുടെ പകുതി ഭാഗം. നേരത്തെ നമ്മൾ വിനീഗർ ചേർത്തത് കൊണ്ട് ഞാൻ വിനീഗർ ഇതിൽ ചേർക്കുന്നില്ല. ഇനി നിങ്ങൾക്ക് തക്കാളി ഇടാൻ ഇഷ്ടമില്ലെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്കൊരു 1 ടേബിൾ സ്പൂൺ 1.5 ടേബിൾ സ്പൂൺ വരെ പുളിക്ക് വേണ്ടിയിട്ട് വിനീഗർ ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് നല്ലതുപോലെ വഴന്ന് വരുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. പെട്ടെന്ന് തന്നെ തക്കാളി ആയിക്കോളും. തക്കാളിയൊക്കെ നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. ഇനി അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന തേങ്ങാ കൊത്തുകൂടി ചേർത്തിട്ട് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നേരത്തെ കുക്കറിൽ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരുന്ന താറാവ് ചാറില്ലാതാണ് നമ്മൾ എടുത്തിരുന്നത്. ആ ബാലൻസ് വന്ന ആ ചാറ് നമ്മൾ ഈ മിക്സിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഏകദേശം 1 കപ്പ് ചാറ് കാണും, പക്ഷെ ഇത്രയും പോരാ, നമുക്ക് കുറച്ചും കൂടെ വെള്ളം ചേർക്കണം. താറാവ് നമ്മൾ നേരത്തെ ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കണം. നമ്മുടെ മസാലയുള്ള കുക്കറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം തന്നെ നമുക്ക് ഇതിലേക്ക് വീണ്ടും കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് നല്ലതുപോലെ തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ചാറൊക്കെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. തീ ഒരല്പം ഒന്ന് കുറച്ച് വെക്കാം. അതിനുശേഷം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന താറാവിൻ്റെ കഷ്ണങ്ങളും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കഷ്ണങ്ങളൊക്കെ നല്ലതുപോലെ ചാറിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മളിത് ചെറിയ തീയിലൊരു 10 മിനിറ്റ് നമുക്കൊന്ന് സ്ലോ ആയിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ചാറ് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച കഷ്ണങ്ങളിലേക്കൊക്കെ നല്ലതുപോലെ പിടിക്കുള്ളൂ. അധികം ചാറൊന്നും ഇല്ലാത്തത് കൊണ്ട് ചെറിയ തീയിൽ വെച്ച് കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് കുറച്ചും കൂടെ ചാറ് വേണമെന്നൊക്കെ തോന്നുവാണെങ്കിൽ വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് ചെറിയ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. ഇപ്പം ഞാനൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഗരം മസാലയുടെ ആവശ്യമില്ല, ഞാൻ ആദ്യം ചേർത്ത 3/4 ടേബിൾ സ്പൂൺ ഗരം മസാല തന്നെ മതി. ഇപ്പം തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ തീയിലൊരു 5 മിനിറ്റ് നമുക്കിത് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒക്കെ ഇപ്പോൾ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ചാറൊക്കെ വറ്റിയിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന സവാള, പച്ചമുളക്, കറിവേപ്പില, കുറച്ച് മാറ്റി വെച്ചിരുന്ന തേങ്ങാക്കൊത്തൊക്കെ ചേർത്തതിന് ശേഷം നല്ലതുപോലെ നമുക്കിതങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കുട്ടനാട്, ആലപ്പുഴ സൈഡുകളിലൊക്കെ വെക്കുന്ന അതേ ടേസ്റ്റിലാണ് നമ്മളും ഇന്നിവിടെ താറാവ് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ സമയത്ത് ഇതിലേക്ക് ഒരു 1/2 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടെ ചേർത്ത് വീണ്ടും ഒന്നും കൂടെ റോസ്റ്റാക്കി എടുക്കാം. കുറച്ചും കൂടെ രുചിയാണത്. പക്ഷെ അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ്. ഞാൻ എന്തായാലും ഇന്ന് തേങ്ങാപ്പാൽ ചേർക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കുട്ടനാടൻ താറാവ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് വന്ന് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൺ.